ഇഡിയെ ആക്രമിച്ച കേസ് വീണ വിജയന്റെ വീട് എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ താമസിച്ച തിരുവനന്തപുരം ബേക്കറിയിലെ വീട് റെയ്ഡ് ചെയ്തതിൻ്റെ ഭാഗമായി അന്ന് അവിടെ വന്നിരുന്ന 2 വാഹനങ്ങൾ ഇഡിയുടെ വാഹനങ്ങൾ അടിച്ചു തകർത്തതും അതിനകത്തിരുന്നവരെ ഭീഷണിപ്പെടുത്തിയെന്നൊക്കെ പറഞ്ഞ് അവർക്ക് ശരീരം മുറിവുണ്ടായെന്ന് പറഞ്ഞ് വലിയൊരു കേസ് ഉണ്ടായിരുന്നു. അതിൽ 10-30ഓളം പേര് ജയിലിലായിരുന്നു. പക്ഷെ 66 ദിവസമായി അവർ ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ 66 ദിവസമായി അവർ ജയിലിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ കോടതിക്ക് അവരോടൊരു സിമ്പതി ഉണ്ടായി. സ്വാഭാവികമായിട്ട് അവരെ ജാമ്യം അനുവദിക്കണം എന്നുള്ള നിലയിൽ 10ഓളം പേർക്ക് ഇന്ന് ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ബാക്കി 4 പേരുടെ ജാമ്യം നാളെ വരുന്നുണ്ട്. അപ്പോൾ അതും അനുവദിക്കാൻ ഹർജി വരുന്നുണ്ട്, അതും അനുവദിക്കാൻ സാധ്യതയുണ്ട്. കോടതി പറഞ്ഞ് പ്രോസിക്യൂഷൻ എന്ന് പറയുമ്പോൾ ഈ പ്രതികൾക്ക് എതിരെ, അതായത് വാദികൾക്ക് വേണ്ടി, ഇഡിക്ക് വേണ്ടി വരുന്ന പ്രോസിക്യൂഷൻ, ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വരുന്ന പ്രോസിക്യൂഷൻ പറഞ്ഞത് കൊലപാതക ശ്രമമുണ്ട്. പക്ഷേ ജഡ്ജി അത് അംഗീകരിച്ചില്ല. എങ്ങനെയാണ് ഒരു കൊലപാതകം നടത്താനുള്ള ഇന്റൻഷൻ ഇല്ല. കാരണം മോഷണം അല്ലെങ്കിൽ പണം പിടിച്ചുപറി അല്ലെങ്കിൽ റേപ്പ് എന്തെങ്കിലും ഒരു ഇന്റൻഷൻ ഉണ്ടെങ്കിലാണ് കൊലപാതകത്തിലേക്ക് പോകുന്നത്. അല്ലാതെ കൊലപാതക സാധ്യതയില്ല. ആക്രമണ സാധ്യത നമുക്ക് നോക്കാം, പക്ഷെ കൊലപാതക സാധ്യത കാണുന്നില്ല. കാരണം അവരെ കൊന്നിട്ട് ഒന്നും നേടാനില്ലല്ലോ. ഇഡിയുടെ ഉദ്യോഗസ്ഥരെ കൊന്നിട്ട് ഈ ചെയ്തവർക്കൊന്നും നേടാനില്ലല്ലോ. അതുകൊണ്ട് ഇന്റൻഷനലി ഒരു കൊലക്കുറ്റത്തിനുള്ള സാധ്യത ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് കാണുന്നില്ല. അതേസമയം ആക്രമിച്ചു എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ജാമ്യം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 90 ദിവസം കിടക്കുന്നതിന് മുമ്പ് തന്നെ ബാക്കിയുള്ളവർ ഇപ്പോൾ 66 ദിവസമായി, നാളെ 67 ആകും. ഈ 70 ദിവസത്തിന് 2-3 ദിവസം കൊണ്ട് ബാക്കി എല്ലാവരും പരിഗണിക്കുകയാണെങ്കിൽ 70 ദിവസം കൊണ്ട് എല്ലാവരും പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ ഇനി കേസിൻ്റെ സ്വഭാവം വെച്ചുകൊണ്ട്, കാര്യം ഈ അറസ്റ്റ് ചെയ്തിരിക്കുന്ന 30 പേരെ പേരിലും ഒരേ വകുപ്പുകളാണോ ചുമത്തിയിരിക്കുന്നത്, അതോ ഈ നേരിട്ട് അടിക്കുകയും കാറിന് ഉപദ്രവിക്കുകയും ആളുകളെ ഉപദ്രവിക്കുകയും ചെയ്തത് വീഡിയോയിൽ നിന്നൊക്കെ കണ്ടിട്ട്, പിന്നെ ഈ ക്യാമറയിൽ നിന്നൊക്കെ കണ്ടിട്ട് വ്യത്യാസമുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ തുല്യമായ സെക്ഷനാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ജാമ്യം കിട്ടും. അല്ല, ഇനി വ്യത്യാസമുണ്ടെങ്കിൽ ജാമ്യത്തിനും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഇഡിയെ ആക്രമിച്ചവർക്ക്, ഇഡിയുടെ വാഹനത്തെ ആക്രമിച്ചവർക്ക്, ഇഡിയുടെ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചവർക്കുള്ള ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഇനിയും ബാക്കിയുള്ളവർ കൂടി ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇഡിയിലെ ഉദ്യോഗസ്ഥർക്ക് ചിലരുടെ ശരീരത്തിൽ മുറിവുണ്ടായി എന്നുള്ളത് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചെങ്കിലും അങ്ങനെ ഉണ്ടായ മുറിവ് ഒരാക്രമണത്തിലേക്കോ കൊലപാതകത്തിലേക്കോ പോകാൻ ഒരു സാധ്യതയുമില്ല. അവരെ കൊന്നുകളയാനൊന്നും ഒരു സാധ്യതയില്ല എന്നുള്ള നിലയിൽ വലിയ കൃത്യമായ നിരീക്ഷണമാണ് കോടതി നടത്തിയിരിക്കുന്നത്. അതൊരു പരിധിവരെ ശരിയാണ്. കാര്യം കൊല്ലുക എന്നൊരു കാര്യം കാണത്തില്ലല്ലോ, ഉദ്യോഗസ്ഥരെ കൊല്ലുക എന്നൊരു ഇൻറ്റൻഷൻ കാണത്തില്ല. ആക്രമണത്തിൽ ചിലപ്പോൾ പരിക്ക് പറ്റാം അതെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എന്തായാലും വളരെ കൃത്യമാണ് കാര്യങ്ങൾ. ഇഡിയുടെ ഇതിൽ നിന്ന് ചെറുപ്പക്കാരാണ് ഇതിനകത്ത് പോയി. പക്ഷെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സാധാരണ CPM-ഉം DYFI-ക്കാരും ഒക്കെ ഇതുപോലത്തെ സമരത്തിൽ ആരെങ്കിലുമൊക്കെ ചെന്നുപെട്ട് അടിയും തല്ലും എന്തൊക്കെ ചെയ്താലും, വാഹനമൊക്കെ അടിച്ച് കംപ്ലീറ്റ് പൊത്തിച്ച് കളഞ്ഞാലും കത്തിച്ച് കളഞ്ഞാലും ഒക്കെ അതിൽ ഉള്ളവരെ, അതിൻ്റെ പ്രതികളെ രക്ഷിക്കാനായി തള്ളിപ്പറയാറില്ല. പക്ഷെ ചരിത്രത്തിൽ ആദ്യമായി DYFI-യുടെ ജില്ലാ സമ്മേളനത്തിൽ ഈ പ്രതികളെ, DYFI-ക്കാരായിരുന്നുള്ള പ്രതികളെ തള്ളിപ്പറഞ്ഞു. ഇനി നിങ്ങളുടെ ആവശ്യമില്ല, നിങ്ങൾ ചെയ്തത് ശുദ്ധ തെമ്മാടിത്തരമാണെന്ന് DYFI-യുടെ സമ്മേളനത്തിൽ പറഞ്ഞു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി തള്ളിപ്പറഞ്ഞു. CPM-ന്റെ വലിയ നേതാക്കളെല്ലാം പറഞ്ഞു, വീണയെ ആക്രമിക്കുമ്പോൾ, വീണയുടെ വീട്ടിൽ റെയ്ഡ് നടത്തുമ്പോൾ ഞങ്ങൾക്ക് കാര്യമില്ല. പിണറായി വിജയനെ തൊട്ടാൽ ഞങ്ങൾ ബഹളമുണ്ടാക്കും. അതായത് വീണയെ അറസ്റ്റ് ചെയ്യുന്നതിലോ തൊടുന്നതിലോ ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് 2 പ്രാവശ്യം വീണ കൊച്ചിയുടെ ED ഓഫീസിൽ പോയി, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ പോയി ചർച്ചയ്ക്ക് പോയിരുന്നു. ചർച്ച മീൻസ് ഈ തെളിവെടുപ്പിന് പോയിരുന്നു, പിന്നെ വിചാരണയ്ക്ക് പോയിരുന്നു. അതുകൊണ്ട് തന്നെ അതിലൊന്നും പക്ഷേ സമരം ചെയ്തുമില്ല. DYFI-യോ CPM-ഓ സമരം ചെയ്തില്ല. അപ്പോൾ അവർ പറഞ്ഞത് വീണ വിജയനെ ചോദ്യം ചെയ്തോട്ടെ, അത് പ്രശ്നമില്ല. പക്ഷെ പിണറായി വിജയനിലേക്ക് ചോദ്യം നീണ്ടാൽ, പിണറായി വിജയനിലെയോ മുഹമ്മദ് റിയാസിലേക്കോ മാറിയാൽ കളി മാറും. കാരണം അവർ രാഷ്ട്രീയക്കാരാണ്. പ്രത്യേകിച്ച് പിണറായി വിജയൻ പാർട്ടിയുടെ 17 വർഷത്തെ സെക്രട്ടറി ആയിരുന്നു, ദീർഘകാലം പിന്നെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് കാലമായി. അതുപോലെ തന്നെ 10 വർഷം ഭരിച്ച മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തെ തൊട്ടാൽ കളി മാറും എന്നാണ് സഖാക്കൾ പറയുന്നത്. എന്തായാലും ഇഡിയുടെ ആക്രമിച്ച ആളുകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത. ബാക്കി 10 പേർക്ക് ലഭിച്ചു, 4 പേരുടെ നാളെ എടുക്കുന്നു. തുടർ ദിവസങ്ങളിൽ ബാക്കിയുള്ളവരുടെ എടുക്കും. ഇനിയിപ്പോൾ ഇതിനെതിരെ പിന്നെ ഹയർ കോടതികൾ, മേൽക്കോടതികളിൽ ഇഡി അപ്പീൽ പോകുമോ എന്നുള്ളത് മാത്രമേ സംശയമുള്ളൂ. ഇഡി അപ്പീൽ പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്.